നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഏറ്റവും കുറവ് പേർ വോട്ട് ചെയ്ത കാസർഗോഡ് ജില്ലയിൽ പുതിയ പദ്ധതികളുമായി ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർമാരെ ബോധവൽക്കരിക്കുവാനും തെരഞ്ഞെടുപ്പ് പുരോഗതികൾ വിലയിരുത്തുന്നതിനും ഒബ്സർവർമാരെ നിയോഗിച്ചു. തൃക്കരിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ജീവിതമൊഴിഞ്ഞുവെച്ച AB ഇബ്രാഹിം മാസ്റ്ററുടെ 27ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ വിപുലമായി ആചരിച്ചു. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പെട്രോൾ നൽകില്ല. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടപ്പിലാക്കിയ പദ്ധതി വിജയത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനെ കൊഴുപ്പിച്ച് പ്രചാരണ രംഗവും സജീവമാകുന്നു. നിർധനർക്ക് സഹായഹസ്തവുമായി പ്രവാസി കൂട്ടായ്മ. ആദ്യം പോളിംഗ് 2016. സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഏറ്റവും കുറവ് പേർ വോട്ട് ചെയ്ത കാസർഗോഡ് ജില്ലയിൽ പുതിയ പദ്ധതികളുമായി ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർമാരെ ബോധവൽക്കരിക്കുവാനും തെരഞ്ഞെടുപ്പ് പുരോഗതികൾ വിലയിരുത്തുന്നതിനും ഒബ്സർവർമാരെ നിയോഗിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം ഒബ്സർവർ AO നുങ്സാങ് ലാംബ തൃക്കരിപ്പൂരിലെത്തി. തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലെത്തിയ നിരീക്ഷകൻ AO നുങ്സാങ് ലാംബ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തലും ബോധവൽക്കരണ ക്ലാസും നടന്നു. ഡെപ്യൂട്ടി കളക്ടർ PGO ഗ്രേസി, സബ് കളക്ടർ മൃണാൾമയി, ഹോസ്ദുർഗ് തഹസിൽദാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മോഡൽ പോളിംഗ് സ്റ്റേഷനായ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ച് തൃപ്തിപ്പെടുകയും റവന്യൂ അധികൃതരെ അഭിനന്ദിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. BJP തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്റെ കേരളം വീഡിയോ കോൺഫറൻസ് കല്യാശ്ശേരി മണ്ഡലം തല പരിപാടി പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ വിഷയമായി. കേന്ദ്ര സർക്കാരാണ് ഈ അടുത്ത കാലത്ത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് രൂപം നൽകി. കേരളത്തിൽ 100 കോടിയോളം രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ്റാണ് ഇത് സംബന്ധിച്ചുള്ള പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത്. പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെ വളരെ ഭാവനാപൂർണമായ നടപടികളുമായിട്ട് മുന്നോട്ടുണ്ടെങ്കിലും കേരള സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലം അത് പലതും നടപ്പിലാക്കാൻ കഴിയാറില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് VV ഉണ്ണികൃഷ്ണനാണ് ചോദ്യം ഉന്നയിച്ചത്. BJPക്ക് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയായ മെഡിക്കൽ കോളേജാക്കി മാറ്റുമെന്ന് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. തുടർന്ന് മണ്ഡലത്തിലെ വികസനവും അനുബന്ധ പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും കോൺഫറൻസിൽ ഉയർന്നുവന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചന്ദ്രാംഗതൻ, സാമൂഹ്യ പ്രവർത്തകന്മാരായ D ഗോവിന്ദൻ മാസ്റ്റർ, പ്രഭാകരൻ കടന്നപ്പള്ളി, AV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
LDF രാമന്തളി ലോക്കൽ കമ്മിറ്റി കൺവെൻഷൻ കുന്നത്തെരു ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജനജീവിതവുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പോലും നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല, അവർ തയ്യാറല്ല എന്നുള്ളതാണ്. KPV രാഘവൻ അധ്യക്ഷനായി. K രാഘവൻ, TCV ബാലകൃഷ്ണൻ, സുനിൽകുമാർ, OK ശശി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും പ്രചാരണ രംഗം സജീവമാവുകയാണ്. സ്ഥാനാർത്ഥികൾക്കായുള്ള അനൗൺസ്മെന്റ് CD തയ്യാറാക്കുന്ന തിരക്കിലാണ് രാമപുരം രാജു. സ്നേഹമുള്ള വോട്ടർമാരെ, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് മട്ടന്നൂരിന്റെ ജനനായകൻ. തിരഞ്ഞെടുപ്പായാലും ഉത്സവാഘോഷങ്ങളായാലും രാമപുരം രാജുവിന്റെ ശബ്ദത്തിന് ഭയങ്കര ഡിമാൻഡാണ്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായതോടെ രാജുവിന് തിരക്കേറി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശബ്ദം നൽകാൻ രാജുവിനെ ക്ഷണിക്കാറുണ്ട്. മുൻവർഷങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, മുരളീധരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കെല്ലാം രാജുവിന്റെ ശബ്ദത്തിൽ അനൗൺസ്മെന്റ് സീഡികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കുറി EP ജയരാജൻ, സതീശൻ പാച്ചേനി, അരുൺകുമാർ തുടങ്ങിയവരുടെ അനൗൺസ്മെന്റ് റെക്കോർഡുകൾ ചെയ്തു കഴിഞ്ഞു. സിനിമാ പരസ്യം അനൗൺസ് ചെയ്തായിരുന്നു ഈ രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി രാജു ഈ രംഗത്ത് സജീവമാണ്. 25 വർഷത്തോളമായി ഈ പരസ്യ പ്രചരണ രംഗത്ത് തുടർന്നു വരികയാണ്. കഴിഞ്ഞ നിയമസഭ, ലോകസഭ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെല്ലാം നല്ല രീതിയിലുള്ള പരസ്യ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ആവശ്യക്കാർ വന്നെത്തി തുടങ്ങിയിരിക്കുകയാണ്. വോട്ടർമാരെ സ്വാധീനിക്കാൻ ആവശ്യമായ ഡയലോഗുകൾ ചേർത്ത് മനോഹരമായ ശബ്ദത്തിൽ രാജുവിന്റെ അനൗൺസ്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മുഴങ്ങിക്കേൾക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാജ്യത്തെ നടുക്കിയ വെടിക്കെട്ട് അപകടം. തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ പ്രചാരണം നിർത്തിവെച്ചു. തുടർന്ന് അനുശോചന യോഗവും നടന്നു. നമ്മുടെ സംസ്ഥാനത്തിലും ഇന്ത്യയിലെമ്പാടും അല്ലെങ്കിൽ ഈ ദുരന്തം ശ്രവിച്ച എല്ലായിടങ്ങളിലും മനസ്സിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധമുള്ള ആ ഒരു സംഭവത്തിൻ്റെ വേദന തീർച്ചയായും നമ്മളെ അലട്ടുന്നതാണ്. KP കുഞ്ഞിക്കണ്ണൻ അനുശോചന പ്രസംഗം നടത്തി. UDF നേതാക്കളായ K വെളുത്തമ്പു, AGC ബഷീർ, VKP ഹമീദ് അലി, കരിമ്പിൽ കൃഷ്ണൻ, KK രാജേന്ദ്രൻ, VK ബാബ, VK ചന്ദ്രൻ, VV കൃഷ്ണൻ, MTP കരീം തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ജീവിതം ഒഴിഞ്ഞുവെച്ച AB ഇബ്രാഹിം മാസ്റ്ററുടെ 27ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ വിപുലമായി ആചരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി CPM സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുതുനൂർ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്നും ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടിയ പടുകൂറ്റൻ പ്രകടനത്തിലുടനീളം ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണത്തെയും നരേന്ദ്രമോദിയുടെ വർഗീയതയും എതിർത്തുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. വള്ളാപ്പ് ഗേറ്റ് വഴി വന്ന പ്രകടനം സമ്മേളന നഗരിയായ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയതോടെ അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബീഫ് കഴിക്കുന്നവരെ വധിക്കാനുള്ള നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന BJP MPമാരും ഭാരത് മാതാ കി ജയ് വിളിക്കാത്തവരുടെ തലയിറക്കണമെന്ന് പറയുന്ന സംഘപരിവാറുമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നുവെന്നും ജയരാജൻ ചോദിച്ചു. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്തവരുടെ തലയിറക്കണമെന്ന് പറയാൻ മാത്രം ചങ്കൂറ്റം നമ്മുടെ നാട് ഭരിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർക്കുണ്ടാവുന്നു. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്തവരെ നാടുകടത്തണമെന്നാണ്. ആദ്യമൊക്കെ ഇതൊരു ന്യൂനപക്ഷ വേട്ടയായിട്ടാണ് ആളുകൾ കണ്ടത്. കാരണം RSS അവരുടെ
ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം അംഗീകരിച്ച് അവർ നടപ്പാക്കാൻ തുടങ്ങിയത് മുതൽ അവർ പറയുന്നൊരു കാര്യമാണ് 3 ശത്രുക്കൾ. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ LKG മുതൽ ഉന്നതതലം വരെ പിറകോട്ട് വലിച്ചിട്ടുള്ള ഗവൺമെന്റ് കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണി അടിക്കാനുള്ള സന്ദർഭം കാത്തിരിക്കുകയാണ് മെയ് 16-ന് കേരളത്തിലെ ജനങ്ങളെന്നും VP സാനു പറഞ്ഞു. ഒരു ഭാഗത്ത് ആ രൂപത്തിൽ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു, മറുഭാഗത്ത് സർവകലാശാലകളെ മുഴുവൻ തങ്ങളുടേതാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര കോൺഗ്രസിന്റെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ തലപ്പത്ത് സുദർശൻ റാവു എന്ന് പറയുന്ന സംഘപരിവാർ നേതാവിനെ കൊണ്ടിരുത്തുന്നു. FDII എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്ത് ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറയുന്ന XX സിനിമകളിലെ നായകനായിട്ടുള്ള. തുടർന്ന് തൃക്കരിപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി M രാജഗോപാലൻ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം നാടിന്റെ അനിവാര്യതയാണെന്ന് സ്ഥാനാർത്ഥി M രാജഗോപാൽ അഭിപ്രായപ്പെട്ടു. എല്ലാ തലത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടണമെന്നും മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഈ നാടിൻ്റെ അനിവാര്യതയാണെന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കൂടുതൽ ആളുകൾ ഈ തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. MP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞിരാമൻ MLA, KP സതീഷ് ചന്ദ്രൻ, TV ഗോവിന്ദൻ, VPP മുസ്തഫ, MV കോമൻ നമ്പ്യാർ, ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ, KV ജനാർദ്ദനൻ, M രാമചന്ദ്രൻ, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നിർധനർക്ക് സഹായവുമായി പ്രവാസി കൂട്ടായ്മ. കടൽ കടന്നൊരു കൈത്താങ്ങ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ചടങ്ങിന്റെ ഭാഗമായി നടന്ന വിഷുക്കിറ്റ് വിതരണം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പരിധിയിലുള്ള തെരഞ്ഞെടുത്ത നിർധനരായ കുടുംബങ്ങൾക്കാണ് ഒരു കൈത്താങ്ങുമായി ഗൾഫ് കൂട്ടായ്മ ഒന്നിച്ച് വിഷുക്കിറ്റ് വിതരണം ചെയ്തത്. അന്നൂർ വില്ലേജ് ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിഷുക്കിറ്റ് വിതരണവും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ നിർവഹിച്ചു. ഒരു നിശ്ചിത തുക സ്വയം നീക്കി വെച്ചുകൊണ്ട് ഒരു പൈസ സ്വരൂപിച്ച് ആ പൈസയിൽ നിന്നാണ് നല്ല കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് ആദ്യത്തെ സംരംഭമല്ല. ഇതിനു മുമ്പും രോഗം ബാധിച്ച് ചികിത്സിക്കാൻ പ്രയാസമുള്ള ആളുകൾ. കൗൺസിലർ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KC സ്മിത, രാഹുൽ C, നിഖിൽ രാജ് PV തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പെട്രോൾ നൽകില്ല. പദ്ധതി വിജയത്തിലേക്ക്. കണ്ണപുരത്ത് നടപ്പാക്കിയ പരിഷ്കാരം ലക്ഷ്യം കണ്ട സാഹചര്യത്തിൽ ജില്ലയിലെ മറ്റു സ്റ്റേഷൻ പരിധിയിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കും. ബൈക്ക് യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കണ്ണപുരം പോലീസ് നടപ്പാക്കിയ പരിഷ്കാരമാണ് ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പെട്രോൾ നൽകരുതെന്നത്. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പെട്രോൾ പമ്പ് ഉടമകളുടെ സഹകരണത്തോടെയാണ് ഇത് ആദ്യം നടപ്പാക്കിയത്. 1 മാസം കൊണ്ട് പദ്ധതി വിജയം കണ്ടു. ഇതേ തുടർന്നാണ് നിയമം മറ്റു സ്റ്റേഷൻ പരിധിയിലേക്കും നടപ്പാക്കുന്നത്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പദ്ധതി നടപ്പാക്കി. ഇപ്പോൾ പഴയങ്ങാടിയിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പെട്രോൾ നൽകില്ല. മെയ് 5 ജില്ലയിലെ എല്ലാ പമ്പുകളിലും ഇത് നടപ്പാകും. ജില്ലാ പോലീസ് മേധാവിയുടെ പിന്തുണയോടെയാണ് പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നത്. പദ്ധതി ഏറെ ഗുണം ചെയ്യുമെന്ന് ബൈക്ക് യാത്രക്കാരും സമ്മതിക്കുന്നു. റോഡ് അപകടങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിലൂടെയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഹെൽമറ്റ് എന്നത് നിർബന്ധമാക്കുക എന്നത് ഒരു ശരിയായ നടപടിയാണ്. തീർച്ചയായും ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. കണ്ണപുരം SI ബിനു മോഹനാണ് ഈ പദ്ധതി ആദ്യം നടപ്പാക്കിയത്. വരും ദിവസങ്ങളിൽ ബൈക്ക് അപകടം കുറയ്ക്കാൻ ഈ നിയമങ്ങൾ സഹായകമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ബസ്സുകളുടെ മത്സരയോട്ടം. തൃക്കരിപ്പൂരിൽ ബസ് ഓട്ടോയിലിടിച്ചു. അപകടത്തിന് കാരണമായ ബസ് ഡ്രൈവർമാർ തടഞ്ഞു നിർത്തിയത് നേരിയ തോതിൽ വാക്കേറ്റത്തിന് ഇടയാക്കി. വീൽചെരുവാത്തുനിന്ന് വരുന്നു, ബസ്സും വീൽചെരുവാത്തുനിന്ന് വരുന്നു. ഈ പമ്പിൻ്റെ അടുത്ത് എത്തിയാലും ഓനോ ഓവർടേക്ക് ചെയ്തിട്ട് എൻ്റെ വണ്ടിക്ക് അടിച്ചാണ്. ഓവർ സ്പീഡാണ്. ബാക്കിൽ വേറെ ബസ്സും ഉണ്ടായിരുന്നു. ഗേറ്റ് ഓവർടേക്ക് ചെയ്യുമ്പോൾ പറയാം. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന ക്ഷേത്രപാലക ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാനുള്ള ഓട്ടത്തിനിടെ മുനവറൽ മദ്രസയ്ക്ക് സമീപത്ത് വെച്ചാണ് ഓട്ടോയിൽ തട്ടിയത്. റോഡിലെ ഹമ്പ് വകവയ്ക്കാതെ അതിവേഗതയിലായിരുന്നു ബസ് എന്നാണ് അറിയുന്നത്. MV അഷ്റഫിൻ്റേതാണ് ഓട്ടോറിക്ഷ. റിക്ഷയുടെ പിറകുവശത്ത് ബസ് തട്ടിയ ഭാഗം ഡാമേജിലാണ്.
പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ചർച്ച ചെയ്യാമെന്ന ധാരണയിൽ വണ്ടികൾ സ്റ്റേഷനിലേക്ക് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സദ്ഭാവന പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ഹോപ്പിൽ വിഷു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. മാടായി കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് MK രാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിൻ്റെ ഏറ്റവും ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ഈ പരിപാടി അവരുടെ മനസ്സും അവരുടെ ദൗത്യവും എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഹോപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിരാലംബരായ രോഗികളെ പരിചരിക്കുന്നതിനും സഹായിക്കുന്നതിനുമാണ് സദ്ഭാവന എന്ന ട്രസ്റ്റ് രൂപം കൊണ്ടത്. ട്രസ്റ്റിന്റെ രണ്ടാമത്തെ പരിപാടിയാണ് വിഷു കൈനീട്ടം എന്ന പേരിൽ പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടന്നത്. ചടങ്ങിൽ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹനെ ആദരിച്ചു. V മനോജ് അധ്യക്ഷത വഹിച്ചു. രതീഷ് കണ്ണോത്ത്, KN കണ്ണോത്ത്, രവീന്ദ്രൻ നായനാർ, K ജയരാജ്, KK ഫൽഗുനൻ, C അനിൽകുമാർ, മനോരമ ടീച്ചർ, അംബിക PV തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് പ്രതിദിനം 100 പേർക്ക് തെരുവിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ഹോപ്പും പിലാത്രയുടെ വകയും ചേർന്ന് ആരംഭിച്ച ഊട്ടുപുര എന്ന പദ്ധതിയിലേക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണം KCYM സ്പോൺസർ ചെയ്തു. സമാഹരിച്ച തുക KCYM രൂപത ഡയറക്ടർ ഫാദർ ജോർജ് ജെറി യോഗത്തിൽ വെച്ച് ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. റെക്കോർഡിലേക്ക് നീന്തിക്കയറി എരിമലയിലെ ചാൾസൻ. ദീർഘദൂര നീന്തലിൽ റെക്കോർഡ് സൃഷ്ടിച്ച ചാൾസന് കുന്നരു ഷേണായി മന്ദിരത്തിൽ സ്വീകരണം നൽകി. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കായൽ, കടൽ, പുഴ എന്നീ വ്യത്യസ്ത സ്വഭാവമുള്ള ജലാശയങ്ങളിലൂടെ നീന്തിയാണ് ഏഴിമല സ്വദേശിയായ ചാൾസൺ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ റെക്കോർഡ് നേടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പയ്യന്നൂർ കവ്വായി കായലിൽ നിന്നാണ് നീന്തൽ തുടങ്ങിയത്. പുതിയങ്ങാടി ചൂട്ടാടിൽ സമാപിക്കുകയും ചെയ്തു. 16 കിലോമീറ്ററാണ് നീന്തിക്കയറിയത്. കുന്നരു കാരന്താടിൽ നടന്ന പൗരസ്വീകരണം ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തും ലോകരംഗത്തും നിരവധി ആളുകളെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ചാൾസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണ തൊഴിലാളിയായി ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുകയും കുടുംബം പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ, സഹപ്രവർത്തകൻ. URF പ്രതിനിധി ഡോക്ടർ സുനിൽ ജോസഫ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നൽകി. ചടങ്ങിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ, K ബിജീഷ് എന്നിവർ പ്രസംഗിച്ചു. പാടിയോട്ടുചാൽ പ്രിയദർശിനി ക്ലബ് സംഘടിപ്പിച്ച വോളി ടൂർണമെന്റ് സമാപിച്ചു. ഷൈനിങ് സ്റ്റാർ ചൂണ്ട ജേതാക്കളായി. പാടിയോട്ടുചാൽ പ്രിയദർശിനി മന്ദിരത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1-3 സെറ്റുകൾക്ക് നവപ്രഭ ചട്ടിയോളിനെ പരാജയപ്പെടുത്തിയാണ് ഷൈനിങ് സ്റ്റാർ ചുണ്ട 1ാം സ്ഥാനത്തെത്തിയത്. വിജയികൾക്കുള്ള സമ്മാനം സാജിദ് മൗൽ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. രാജ്യത്തെ നടുക്കി കൊല്ലം പറവൂരിലെ കമ്പക്കെട്ട് അപകടം. ഉത്സവം കൊഴുപ്പിക്കാൻ വെടിക്കെട്ട് ആവശ്യമാണോ? നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. അത് നമ്മുടെ ജീവിതത്തെ പ്രസാദപൂർണ്ണമാക്കുന്നതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ വർദ്ധിച്ച പങ്കാളിത്തവും ഉത്സവങ്ങൾക്കെല്ലാം ഉള്ള വർദ്ധിച്ച ജനപങ്കാളിത്തവും എല്ലാം പരിഗണിച്ച് ഏത് മതവിഭാഗങ്ങളുടെ ആയാലും ഈ വെടിക്കെട്ട്, അതുപോലെ വെടിക്കെട്ട് അപകടങ്ങൾ നിരന്തരമായി ആനകളുടെ ഇടച്ചിൽ മൂലമുള്ള അപകടങ്ങൾ, അപ്പോൾ വെടിക്കെട്ട് സ്വാഭാവികമായും അത്തരം ഘട്ടങ്ങളിൽ ഒഴിവാക്കപ്പെടേണ്ടതാണ്. വെടിക്കെട്ടും അതുപോലെ തന്നെ ഈ കാട്ടിൽ ജീവിക്കേണ്ട, നമുക്ക് ചൂട് താങ്ങാൻ കഴിയാത്ത ജീവികളായ ആനകളെ, സാധുക്കളായ ജീവികളെ ഉപദ്രവിച്ച് അവമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഈ വെടിക്കെട്ട് അപകടങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി വെടിക്കെട്ടും അതുപോലെ ആനയെ കൊണ്ടുള്ള എഴുന്നേൽപ്പുകളൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. വെടിക്കെട്ട് അപകടങ്ങൾ ഇപ്പോൾ നിരന്തര സംഭവമായി മാറിയിട്ടുണ്ട്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വെടിക്കെട്ടുകൾ ആഘോഷപൂർവ്വം നടത്താറുണ്ട്. അവയൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും മാനുവലായി ഈ വെടിക്കെട്ടുകൾ നടത്തുന്നത്. സുരക്ഷ ഒരിക്കലും ഒരുക്കാറില്ല.
ഒരു വെടിക്കെട്ട് നടത്തുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സംഘാടകർ ആദ്യം ചെയ്യുന്നത്. അതിനാവശ്യമായ ഒരു പ്രത്യേക സ്ഥലം വേണം. അത് അപകടമുണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സംവിധാനം വേണം. ഇത്തരം സംവിധാനങ്ങൾ മുന്നൊരുക്കങ്ങളില്ലാതെ വെടിക്കെട്ട് നടത്തുന്നതാണ് പലപ്പോഴും അപകടങ്ങളിലേക്കും മരണങ്ങളിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഈ വിഷയം സംസ്ഥാന ഗവൺമെൻറ് ചർച്ച ചെയ്യപ്പെടണം, ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം. വെടിക്കെട്ട് നടത്തുമ്പോൾ തന്നെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റ് ആംബുലൻസ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മാത്രമേ വെടിക്കെട്ട് നടത്താൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും കേരളത്തിൽ ആവർത്തിക്കാനിടയാവും. ഏത് ആഘോഷത്തിൻ്റെ പേരിലായാലും വെടിക്കെട്ട് നടത്തുന്നെങ്കിൽ അതിന് കണക്കായ സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ട് മാത്രമേ സംഘാടകർ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് മാത്രമേ വെടി പൊട്ടിക്കാനുള്ള അനുവാദം ബന്ധപ്പെട്ട അധികാരി കൊടുക്കാൻ പാടുള്ളൂ. ശ്രദ്ധയില്ല, പൊട്ടിക്കുന്നവർ ക്ലിയറില്ല എന്നത് ശ്രദ്ധയില്ല. ജനങ്ങൾ കാണുന്ന പോകുന്നവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നിരോധനം നിർബന്ധം. അതെൻ്റെ അഭിപ്രായം. വെടിക്കെട്ട് നിരോധിക്കുക വേണ്ടു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കൊന്നും വേണ്ട, എല്ലാവർക്കും ഇത് അപകടം പറ്റുന്നുണ്ട്. അതുകൊണ്ട് എത്രയും ഇത് നിർത്തലാക്കുന്നതാണ് ഉത്തമം. കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സൂക്ഷിക്കുക. പിന്നെ അത് വെടിക്കെട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിന് സുരക്ഷിതമായ ഒരു സ്ഥലവും അതിനുള്ള സൗകര്യങ്ങളും എല്ലാം കണ്ടെത്തിയതിന് ശേഷം മാത്രം വെടിക്കെട്ടിന് പ്രാധാന്യം കൊടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ വരാൻ സാധിക്കുമെന്ന് വെച്ചാൽ ജനങ്ങൾ അങ്ങനെ കൂടുതലായി ഓരോ ഏരിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ കുറവുകൾ ഇപ്പോൾ ഒരുപാട് കൂടും. കാരണം ഇത് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ മറ്റ് വയസ്സായ ആൾക്കാരും ഒരുപാട് ക്ഷേത്ര സ്ഥലങ്ങളിലും ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അപകടം ബാധിക്കാറുണ്ട്. ഇപ്പം ഇന്നലെ സംഭവിച്ച കൊല്ലം അപകടം 102ഓളം ജീവനുകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വോട്ടർമാരിൽ ഏറ്റവും കുറവ് പേർ വോട്ട് ചെയ്ത കാസർഗോഡ് ജില്ലയിൽ പുതിയ പദ്ധതികളുമായി ഇലക്ഷൻ കമ്മീഷൻ. വോട്ടർമാരെ ബോധവൽക്കരിക്കുവാനും തെരഞ്ഞെടുപ്പ് പുരോഗതികൾ വിലയിരുത്തുന്നതിനും ഒബ്സർവർമാരെ നിയോഗിച്ചു. തൃക്കരിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ജീവിതമൊഴിഞ്ഞുവെച്ച AB ഇബ്രാഹിം മാസ്റ്ററുടെ 27ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ വിപുലമായി ആചരിച്ചു. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് പെട്രോൾ നൽകില്ല. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടപ്പിലാക്കിയ പദ്ധതി വിജയത്തിലേക്ക്. തെരഞ്ഞെടുപ്പിനെ കൊഴുപ്പിച്ച് പ്രചാരണ രംഗവും സജീവമാകുന്നു. നിർധനർക്ക് സഹായഹസ്തവുമായി പ്രവാസി കൂട്ടായ്മ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.